താ പ്രിയജനമേ, കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ. മലയോരത്തെ ആദ്യത്തെ ഡോക്ടർ തങ്കം പാനൂസ്. ആതുര ശുശ്രൂഷ രംഗത്ത് കുടിയേറ്റ ജനതയ്ക്ക് പകരം വയ്ക്കാനാവാത്ത നാമം. മലമ്പനിയോടും പകർച്ചവ്യാധിയോടും പടവെട്ടിയ ജനതയ്ക്ക് കൂട്ടായി നിന്ന പെൺകരുത്ത്. തൻ്റെ 91ാമത്തെ വയസ്സിൽ വിദേശത്ത് വെച്ച് ഈ ലോകത്തു നിന്നും വിടവാങ്ങുമ്പോൾ അവരുടെ ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമമർപ്പിക്കുകയാണ് മലയോര ജനതയ്ക്കൊപ്പം മലയോര ശബ്ദവും. ഡോക്ടർ തങ്കം പാനൂസ് മലയോര മേഖലയിലെ ഏകദേശം 35 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്കെല്ലാം സുപരിചിതമായ പേര്. കുടിയേറ്റ മേഖലയിലെ ആദ്യത്തെ വനിതാ ഡോക്ടർ. കൂത്തുപറമ്പിനിപ്പുറത്തേക്ക് കൊട്ടിയൂർ വരെയും ഇരിട്ടിയുടെ മലയോര മേഖല മുഴുവനും ഒരു കാലത്ത് ചികിത്സയ്ക്കായി ഓടിയെത്തിയിരുന്നത് തങ്കം ഡോക്ടറുടെ അടുത്തേക്കായിരുന്നു. ഇന്ന് ശരീരത്തിലെ ഓരോ വിഭാഗങ്ങൾക്കും പ്രത്യേകം ഡോക്ടർമാരുണ്ട്. എന്നാൽ അന്ന് ലോകത്തുണ്ടായിരുന്ന എല്ലാ അസുഖത്തിനും ഡോക്ടർ തങ്കം എന്നതായിരുന്നു അവസാന വാക്ക്. നാട്ടുവൈദ്യവും മുറിവൈദ്യവും മന്ത്രവാദവുമെല്ലാം രോഗശമനത്തിന് ആശ്രയിച്ചിരുന്ന നാട്ടിലേക്ക് ഡോക്ടർ തങ്കത്തിന്റെ വരവ് ഒരു പുത്തൻ അനുഭവമായി മാറി. പാതിരാത്രിയെന്നോ പെരുമഴയെന്നോ നോക്കാതെ തന്റെ സേവനം ആവശ്യമുള്ളിടത്ത് അവർ ഓടിയെത്തി. വൈദ്യുതി എത്തി നോക്കിയിട്ടില്ലാത്ത ആ കാലത്ത് പെട്രോൾ മാക്സിന്റെ വെളിച്ചത്തിൽ അവർ സർജറികൾ പോലും നടത്തി. ആതുര ശുശ്രൂഷ രംഗത്ത് മലയോര നിവാസികൾക്ക് ദൈവത്തിന്റെ കരങ്ങളായി മാറി തങ്കം ഡോക്ടറുടേത്. 1929 കോട്ടയം ജില്ലയിൽ അധികാരത്തിൽ കുര്യാക്കോസിന്റെയും ബ്രിജീത്തയുടെയും മകളായി ജനിച്ച സുന്ദരിയായ യുവതി. MBBS പഠനം ഗോൾഡ് മെഡലോടെ പൂർത്തിയാക്കിയപ്പോൾ സ്വന്തം പിതാവിന്റെ നിർബന്ധത്തിനു വഴങ്ങി 1950കളിൽ കുടിയേറ്റ മേഖലയായ പേരാവൂരിലെ തൊണ്ടിയിലെത്തി ആശുപത്രി ആരംഭിച്ചു. ഓലമേഞ്ഞ ഷെഡിലായിരുന്നു ഡോക്ടർ തന്റെ സേവനം ആരംഭിച്ചത്. പിന്നീടാണ് ആശുപത്രിക്ക് കെട്ടിടം പണിയുന്നത്. രാവിലെ മുതൽ രാത്രി വരെ രോഗികളുടെ തിരക്ക്. തിരുവിതാംകൂറിൽ നിന്നും കൂട്ടമായി കുടിയേറ്റം നടക്കുന്ന കാലം. മലമ്പനിയും മാറാരോഗങ്ങളും കുടിയേറ്റ മക്കളുടെ ഉറക്കം കെടുത്തിയപ്പോൾ അവർക്കാശ്രയമായുണ്ടായിരുന്ന അവസാന വാക്കായി മാറി ഡോക്ടർ തങ്കം. ഇരിട്ടി, പേരാവൂർ, കൊട്ടിയൂർ മേഖലകളിലെ മുഴുവൻ ജനങ്ങളെയും ശുശ്രൂഷിച്ചത് ആ കാലയളവിൽ തങ്കം ഡോക്ടറായിരുന്നു. ഒരുപക്ഷെ ഒരു തലമുറയിലെ ഏറെക്കുറെ മുഴുവൻ ജനനവും നടന്നത് നിർമ്മല ഹോസ്പിറ്റൽ എന്നറിയപ്പെട്ടിരുന്ന തൊണ്ടിയിലെ തങ്കം ഡോക്ടറുടെ ഹോസ്പിറ്റലിലായിരുന്നു. അതിനിടെ അഡ്വക്കേറ്റ് പാനൂസ് പനന്തോട്ടവുമായി വിവാഹം. 6 മക്കളിൽ 4 പേരും ഡോക്ടർമാർ. മക്കൾ പഠനവും വിവാഹവും കഴിഞ്ഞ് വിദേശ രാജ്യങ്ങളിലേക്ക് ചേക്കേറുകയും അഡ്വക്കേറ്റ് പാനൂസ് മരണപ്പെടുകയും ചെയ്തതോടെ ഡോക്ടർ തന്റെ ആതുര ശുശ്രൂഷ അവസാനിപ്പിച്ച് ഇളയ മകനൊപ്പം ഇംഗ്ലണ്ടിലേക്ക് പോയി. കല്ലും മണ്ണും നിറഞ്ഞ റോഡിലൂടെ സ്വന്തമായി ജീപ്പ് ഓടിച്ചു പോകുന്ന ഡോക്ടറെ അത്ര പെട്ടെന്നൊന്നും പഴയ തലമുറയിലെ ആർക്കും മറക്കാൻ കഴിയില്ല. മലയോരത്തെ ഇന്നത്തെ കരുത്തരായ ജനതയെ വാർത്തെടുക്കുന്നതിൽ അവർ നൽകിയ പങ്കും വിസ്മരിക്കാനാവില്ല. ഓർമ്മശക്തിയുടെ കാര്യത്തിൽ ഇത്ര കൃത്യതയുണ്ടായിരുന്ന ഒരു ഡോക്ടർ തന്റെ അവസാന നാളുകളിൽ വാർദ്ധക്യ സഹജമായ ഓർമ്മക്കുറവ് മൂലം ചികിത്സ തേടേണ്ടി വന്നതും ഒരുപക്ഷെ വിരോധാഭാസമാകാം. 2015 ഇളയ മകനൊപ്പം ഇംഗ്ലണ്ടിലേക്ക് പോയ ഡോക്ടർ പിന്നീട് തിരിച്ചു വന്നില്ല. ഡോക്ടറുടെ വിയോഗം ഏറെ വേദനയോടെയാണ് മലയോര ജനത ഉൾക്കൊണ്ടത്. കാലം ആ പ്രദേശത്തിന്റെ ചരിത്രത്തിനൊപ്പം ചേർത്തു നിർത്തിയ വനിതയായിരുന്നു ഡോക്ടർ തങ്കം പാനൂസ്. മലയോരത്തിന്റെ ചരിത്രത്തിൽ തങ്കലിപികളിൽ ഡോക്ടറുടെ പേരും എഴുതി ചേർക്കപ്പെടും.
നമ്മുടെ പ്രിയപ്പെട്ട ഡോക്ടർ തങ്കം നമ്മിൽ നിന്നും യാത്ര പിരിഞ്ഞിട്ട് കഴിഞ്ഞ മാർച്ച് 29-ാം തീയതി നമ്മിൽ നിന്നും യാത്ര പിരിഞ്ഞിട്ട് നമ്മൾ ഇപ്പോൾ ദൈവസന്നിധിയിൽ ഈ അമ്മയെ പരമേൽപ്പിക്കുവാൻ വേണ്ടി ശുശ്രൂഷയിൽ പങ്കെടുക്കുകയാണ്. എല്ലാവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. അമ്മയുടെ വേർപാടിൽ ദുഃഖിക്കുന്ന എല്ലാ മക്കളെയും അവരുടെ കുടുംബാംഗങ്ങൾക്കുമുള്ള എൻ്റെ അനുശോചനം ഞാൻ ഏറ്റവും സ്നേഹത്തോടെ അറിയിക്കുന്നു. നമുക്ക് പ്രാർത്ഥനാ നിർഭരമായിട്ട് ഈ ശുശ്രൂഷയിൽ പങ്കുചേർന്ന് തമ്പുരാൻ്റെ സന്നിധിയിൽ തൻ്റെ ജീവിതകാലത്ത് ചെയ്ത എല്ലാ പ്രവൃത്തികളുടെയും ആകെത്തുകയുമായി സമീപിക്കുന്ന ഈ അമ്മയ്ക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹവും കൃപയും കരുണയും ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ തിഥിയിൽ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, പ്രത്യേകിച്ച് മക്കൾക്കും കുഞ്ഞുമക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഒരു അമ്മയുണ്ട് എന്നുള്ള ഒരു ബോധ്യത്തിലേക്ക് കുടുംബാംഗങ്ങൾ പ്രവേശിക്കുവാൻ അനുഗ്രഹം നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. മലബാറിലെ കുടിയേറ്റക്കാരുടെ ഏറ്റവും പ്രിയപ്പെട്ട ജനകീയ ഡോക്ടറായിരുന്ന ഡോക്ടർ തങ്കത്തെ സ്നേഹത്തോടുകൂടി ഓർക്കുമ്പോൾ ഇതിലൂടെ ശുശ്രൂഷ ലഭിച്ച എല്ലാവരും ആത്മീയമായി നമ്മോടൊപ്പം ഈ ശുശ്രൂഷയിൽ പങ്കുചേരുന്നു എന്നുള്ള അവബോധത്തോടുകൂടി നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. ഞങ്ങളുടെ പിതാവേ, ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാശയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും നിന്റെ കാരുണ്യത്തെ പുകഴ്ത്തുകയും മഹിനീയമായ ത്രിത്വത്തിന്റെ നിഗൂഢമായ ശക്തിയെ സ്തുതിക്കുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. മനുഷ്യജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. മനുഷ്യജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു. വയലിലെ പുഷ്പം പോലെ അത് വിരിയുന്നു. ചുടുകാറ്റടിക്കുമ്പോൾ വാടിപ്പോവുകയും ചെയ്യുന്നു. അത് നിന്നിരുന്ന സ്ഥലവും അജ്ഞാതമായി തീരുന്നു. കർത്താവിനെ സ്നേഹിക്കുന്നവരുടെ മേൽ എന്നും അവന്റെ അനുഗ്രഹം ഉണ്ടായിരിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും. ആമേൻ. മനുഷ്യജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവന്റെ നിന്റെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാം നമുക്ക് സമാധാനം. മണ്ണിൽ നിന്നും ആദ്യത്തെ സൃഷ്ടിച്ചവനും അയാളുടെ സന്താനങ്ങൾ ഉത്ഥാനം വഴി നവീകരിക്കുന്നവനുമായ കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ദാസന്റെ ആത്മാവിനെ സന്തോഷിപ്പിക്കണമേ. നിർഭനാം മിശിഹ കർത്താവേ, അഴവും മരണവുമില്ലാതെ ജീവൻ വിളയും രാജ്യത്തിൽ വാനവരോടെ ചിരകാലം ആനന്ദത്തോടു വാണിടുവാൻ ദാസനു വരമെന്നരുളേണം. ആദിപിതാവാദത്തെ സൃഷ്ടിച്ചവനാം ദൈവത്തിൽ ആശ്രയമഖിലമണയ്ക്കുന്നു. മർത്യനു ശരണം നീയല്ലോ. സകലേശ ഞങ്ങൾ കരുളുക നവജീവൻ. വാഗ്ദാനങ്ങളിൽ കർത്താവ് വിശ്വസ്തനാകുന്നു. വിലപിക്കരുതേ, മരണത്തിൽ പുനരുത്ഥാനം വരുമല്ലോ. അരുൾ ചെയ്തില്ലേ തിരുനാഥൻ, ദൃഢമായ എന്നിൽ വിശ്വാസം നിക്ഷേപിക്കും. അനുജനു ഞാൻ അന്തിമ ദിവസം ഉയർത്തേകും. നീതിമാൻ വിജ്ഞാനം പ്രസംഗിക്കുന്നു.
പൗലോസിൻ തിരുവാക്യങ്ങൾ ശാന്തി നിനക്കു പകർന്നീടും. മർത്യനമർത്യത പുണരുന്നു, ക്ഷമയുള്ളോനക്ഷയനാകും. മർത്യതയേവം സകലേശൻ നിതരാം നൂതനമാകുന്നു. ചിറകുയർത്തി അവരെ സ്വീകരിക്കുന്നു, അമ്പരവീതിയിൽ അഖിലേശൻ മിശിഹാജനെഴുന്നള്ളും. പരിശുദ്ധന്മാരണിയണിയായി എതിരേൽപ്പിന്നും നിരന്നേടും. ആനന്ദത്തിൻ മണിയറയിൽ ചിരമായി വാണിടും അവരെല്ലാം. എൻ്റെ സഹോദര വിശുദ്ധ പൗലോസ് ലീഗ തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം. എൻ്റെ സഹോദരൻ, മരിച്ചവരെക്കുറിച്ച് പ്രത്യാശയില്ലാത്തവരെ പോലെ നിങ്ങൾ ദുഃഖിക്കരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈശോ മരണശേഷം ഉയർത്തെഴുന്നേറ്റു എന്ന് നാം വിശ്വസിക്കുന്നു. അങ്ങനെ തന്നെ ദൈവം ഈശോയെ മരിച്ചവരെയും അവനോട് കൂടെ ഉയർപ്പിക്കും. നമ്മുടെ കർത്താവ് ആഗതനാകുമ്പോൾ ജീവിച്ചിരിക്കുന്നവർ മരിച്ചവർക്ക് മുമ്പ് കടക്കുകയില്ലെന്ന് നമ്മുടെ കർത്താവിൻ്റെ വാക്കുകളിൽ ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ കർത്താവ് അധികാരത്തോടും പ്രധാന മാലാഖയുടെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് എഴുന്നള്ളി വരും. മിശിഹായിൽ മരിച്ചവർ ആദ്യം ഉയർത്തെഴുന്നേൽക്കും. അപ്പോൾ ജീവിച്ചിരിക്കുന്നവരായ നാം കർത്താവിൻ്റെ എതിരേൽപ്പിനായി അവരോടുകൂടെ മേഘങ്ങളിൽ എടുക്കപ്പെടും. നാം എന്നും കർത്താവിനോട് കൂടെ ആയിരിക്കുകയും ചെയ്യും. ആകയാൽ ഈ വാക്കുകളാൽ നിങ്ങൾ പരസ്പരം ആശ്വസിപ്പിക്കുവേൻ. കർത്താവേ, എന്റെ രക്ഷകനായ ദൈവമേ, രാവും പകലും നിന്നോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്റെ അപേക്ഷ നീ കേൾക്കണമേ. സമാധാനം നിങ്ങളോട് കൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. അധ്യായം 5 വാക്യങ്ങൾ 24 മുതൽ. എന്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട് എന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. അവൻ വിധിക്ക് വിധേയനാവുകയില്ല, മരണത്തിൽ നിന്നും അവൻ ജീവനിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുകയും അത് കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന സമയം അടുത്തിരിക്കുന്നു. അല്ല, അത് വന്നു കഴിഞ്ഞു. എന്തുകൊണ്ടെന്നാൽ ജീവന്റെ ഉറവിടമായ പിതാവ് തന്റെ പുത്രനെയും ജീവന്റെ ഉറവിടമാക്കിയിരിക്കുന്നു. മനുഷ്യപുത്രൻ ആയതുകൊണ്ട് വിധികർത്താവാകുവാനുള്ള അധികാരവും അവന് കൊടുത്തിരിക്കുന്നു. നിങ്ങൾ ഇതിൽ വിസ്മയിക്കേണ്ട. എന്തുകൊണ്ടെന്നാൽ കല്ലറി ഉള്ളവർ അവന്റെ ശബ്ദം കേൾക്കുന്ന സമയം വരുന്നു. അപ്പോൾ നന്മ ചെയ്തവർ ജീവന്റെ ഉയർപ്പിനും തിന്മ ചെയ്തവർ വിധിയുടെ ഉയർപ്പിനുമായി പുറത്തു വരും. ഈശോയിൽ സ്നേഹമുള്ളവരെ, ഡോക്ടർ തങ്കത്തിന്റെ ഈ മൃതസംസ്കാര ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും, പ്രത്യേകിച്ചും ഡോക്ടർ പ്രവീൺ ആൻഡ് ഹിസ് ഫാമിലി, I express my heartfelt condolences on this occasion. ഡോക്ടർ തങ്കത്തെക്കുറിച്ച് നമ്മൾ ഓർക്കുമ്പോൾ, പ്രത്യേകിച്ചും കണ്ണൂർ പ്രദേശത്ത് നിന്ന് വരുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ഒത്തിരി ജനകീയ ആയ ഒരു ഡോക്ടറായിരുന്നു. തൻ്റെ ശുശ്രൂഷ ജീവിതം മലബാറിൻ്റെ മോശയായ വള്ളപ്പള്ളി പിതാവിൻ്റെ ക്ഷണം സ്വീകരിച്ച് മലബാറിൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ള സ്ഥലങ്ങളിലേക്ക് പ്രവേശിച്ച്, പ്രത്യേകിച്ചും ഇരിട്ടി, തൊണ്ടി പ്രദേശങ്ങളിൽ തൻ്റെ സേവനം ആരംഭിച്ച് ഒത്തിരിയേറെ കുടുംബങ്ങൾക്ക് ആശ്വാസവും ഒത്തിരി പേരുടെയൊക്കെ അമ്മയായി ജീവിതത്തിൽ തൻ്റെ വിശ്വാസത്തെയും ജീവിതത്തെയും പകുത്തുള്ളതാക്കി തീർക്കുവാൻ ഡോക്ടർ തങ്കത്തിന് സാധിച്ചു. അവരുടെ പ്രവൃത്തികളുടെ നന്മയും കൃപയും അനുഭവിച്ച ഒത്തിരിയേറെ പ്രാർത്ഥനകളോട് ചേർന്നാണ് നമ്മൾ ഈ ശുശ്രൂഷ ഇപ്പോൾ നടത്തുന്നത്. ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ ഇപ്രകാരം നമ്മൾ വായിക്കുന്നുണ്ട്: The souls of the virtuous are in the hands of God. വീണ്ടും 3-ാമത്തെ അധ്യായത്തിൽ ഇങ്ങനെ പ്രതിപാദിക്കുന്നുണ്ട്: In the eyes of the unwise they did appear to die, but they are in peace. Those who are faithful will live with him in love. ഞാൻ ഈ സ്നേഹനിധിയായ അമ്മയെ ഓർത്തപ്പോൾ, ഡോക്ടർ തങ്കത്തെ ഓർത്തപ്പോൾ എൻ്റെ മനസ്സിലേക്ക് വന്നതും ഈ വചനങ്ങളാണ്. The souls of the virtuous are in the hands of God.
തൻ്റെ ജീവിതത്തിലെ നന്മകളുടെ ആകെ തുകയും സ്വീകരിച്ചുകൊണ്ട് ഒരു അമ്മയെന്ന നിലയിൽ കുടുംബത്തിൻ്റെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിച്ചുകൊണ്ട് ഒരു ഭാര്യ എന്ന നിലയിൽ തങ്ങളുടെ ജീവിതത്തിലെ വിശദമായിട്ടുള്ള വിവാഹമെന്ന ഉദാശയിൽ അപങ്കരം ജീവിച്ചുകൊണ്ടും ഒരു ഗ്രാൻഡ് മദർ എന്ന നിലയിൽ തൻ്റെ കടമകൾ നിർവഹിച്ചുകൊണ്ടും വിശ്വാസത്തെ മുറുകെ പിടിച്ച് ജീവിച്ച നീതി പൂർണ്ണതയുള്ള ഈ അമ്മ തമ്പുരാന്റെ സന്നിധിയിലേക്ക് പോകുമ്പോൾ അമ്മയുടെ എല്ലാ നന്മകളും അനുഗ്രഹങ്ങളായിട്ടും നിത്യശാന്തിയിലേക്കുള്ള സമ്മാനവുമായിട്ടും ഭവിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കുടുംബാംഗങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നതോടൊപ്പം നമ്മുടെ വിശ്വാസത്തിൽ മരണം എന്നുള്ളത് നിത്യജീവിതത്തിലേക്കുള്ള പ്രവേശന കവാടമാണെന്നുള്ള ആഴമായ ബോധ്യത്തിൽ നമുക്ക് നിലനിന്നുകൊണ്ട് ഡോക്ടർ തങ്കത്തെ, ഈ അമ്മയെ, സഹോദരിയെ നമുക്ക് യാത്ര അയക്കാം. നമുക്ക് വേണ്ടി സ്വർഗത്തിൽ പ്രാർത്ഥിക്കുവാൻ ഒരമ്മയുണ്ടെന്നുള്ള വിശ്വാസം ഈ ശുശ്രൂഷയിലൂടെ നമുക്ക് സ്വീകരിക്കുകയും ചെയ്യാം. ഒരിക്കൽ കൂടി കുടുംബാംഗങ്ങൾക്ക് എല്ലാ അനുശോചനങ്ങളും അർപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ ശുശ്രൂഷയിൽ ഡോക്ടർ തങ്കത്തിൻ്റെ ഭർത്താവ് മരിച്ചുപോയ തോമസ് പൊന്നൂസ്, കുടുംബത്തിൽ നിന്നും മരണമുഖന വേർപെട്ടു പോയിരിക്കുന്ന എല്ലാവരെയും നമ്മൾ സ്നേഹത്തോടെ അനുസ്മരിക്കുന്നു. ദൈവത്തിൻ്റെ നിത്യശാന്തി ഇവിടെ ജീവിതത്തിലേക്ക് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തോമസ് മാന്യൂസ് മകനാണ്. നമുക്ക് പ്രത്യേകമായിട്ടും ഈ മരണമുഖന വേർപിരിഞ്ഞു പോയവരെ അനുസ്മരിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യും. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും ഭക്തിയോടും കൂടി നിന്ന് കർത്താവെ, ഈ ആത്മാവിനോട് കരുണ തോന്നണമെന്ന് പ്രാർത്ഥിക്കാം. അനന്തമായ സ്നേഹത്താൽ ഞങ്ങളെ സൃഷ്ടിക്കുകയും അതുല്യമായ കൃപയാൽ ഞങ്ങളെ രക്ഷിക്കുകയും ചെയ്ത മിശിഹായെ, നിന്റെ കൽപ്പനയാൽ ഈ ലോകം വിട്ടു പുറപ്പെടുന്ന ഈ ആത്മാവിനെ നിത്യാനന്ദന്റെ തുറമുഖത്ത് സുരക്ഷിതമായി എത്തിക്കുവാൻ നിന്റെ പരിശുദ്ധ ദൂതന്മാരെ നിയോഗിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഗാഗുൽത്തായിൽ നിന്റെ അതുല്യമായ രക്തം ചിന്തി രക്ഷിച്ച ഈ ആത്മാവിന്റെ അപരാധങ്ങളും കടങ്ങളും ക്ഷമിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തിരുവുത്ഥാനം വഴി മനുഷ്യവർഗത്തിന്റെ പ്രതീക്ഷയും ശരണവും പ്രദാനം ചെയ്ത മിശിഹായി, വിധി ദിവസത്തിൽ നിന്റെ മഹത്വത്തിന്റെ പ്രഭയാൽ ഈ ആത്മാവിനെ പ്രകാശിക്കുകയും സ്വർഗരാജ്യത്തിന് അവകാശിയാക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദുഃഖിതരെ ആശ്വസിപ്പിക്കുവാൻ വേണ്ടി ലാസറിന്റെ മരണത്തിൽ സ്വയം കണ്ണുനീർ ചിന്തിയ മിശിഹായെ, കരയുന്നവരുടെ കണ്ണുനീർ തുടക്കുകയും അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കരുണാനിധിയും പാപങ്ങൾ പൊറുക്കുന്നവനുമായ മിശിഹായെ, നിന്റെ ഈ ദാസിയുടെ പാപങ്ങൾ പൊറുക്കുകയും അയാളുടെ കുടുംബാംഗങ്ങളെയും ചാർച്ചക്കാരെയും ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ കരുണ ഞങ്ങളെ അനുഗമിക്കുകയും ആദിക്കം ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയുകയും ചെയ്യുമാറാകട്ടെ. നിന്റെ മഹനീയമായ ത്രിത്വത്തിന്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും ദാവൂപുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരം, കർത്താവേ, നീ ആകാശത്തിലും ഭൂമിയിലും സുത്യർഹനാകുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീയാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരം. അന്നൊരു ദിവസം ബേസിനിയായിൽ സോദരിമാരാം മർത്താമറിയം ചുടുകണ്ണീരും വീഴ്ത്തിയിരുന്നു. അന്നൊരു ദിവസം ബേസിനിയായിൽ സോദരിമാരാം മർത്താമറിയം ചുടുകണ്ണീരും വീഴ്ത്തിയിരുന്നു. മരണമടഞ്ഞൊരു സോദരനെയും ചിന്തിച്ചഴലിൽ നെടുവീർപ്പിട്ടു കരഞ്ഞ കണ്ണുകൾ താണു. അന്നൊരു ദിവസം ബേസിനിയായിൽ സോദരിമാരാം മർത്താമറിയം ചുടുകണ്ണീരും വീഴ്ത്തിയിരുന്നു. ജീവനമുയരും ഞാനാകുന്നു, കരുദേവം കരുണയുടന്തികന്മനിലകിലേശൻ ശാന്തി പൊഴിഞ്ഞു.
അന്ന് ദിവസം രസനിയായിൽ സോദരിമാരാം മർത്താമറിയം ചുടുകണ്ണീരും വീട്ടിരുന്നു. ഇനി അമേരിക്കയിലുള്ള എൻ്റെ പ്രിയ സഹോദരിയുടെ കുറിച്ച കുറച്ച് വാക്കുകൾ ഇപ്പോൾ നമ്മൾ ഇവിടെ അവതരിപ്പിക്കുകയാണ്. ഇപ്പോൾ എൻ്റെ സഹോദര സഹോദരിമാരുടെ വികാരങ്ങൾ ഉൾക്കൊള്ളുന്ന ഈ കുറച്ച് വാക്കുകൾ നമുക്കിപ്പോൾ കേൾക്കാം. Our dearest family and friends, thank you for taking the time today to share the precious memories of our mother. She lived an extraordinary life. She was blessed with so many roles which she fulfilled to the utmost. As tributes poured in the past few days, our cousin Joy Chayan wrote that she executed each role with such precision and excellence. She lived the life of a legend. She was a dutiful daughter, most devoted wife, dearest sister, adorable grandma, real friend, brilliant doctor, compassionate boss, benevolent philanthropist, and for us, our Amma and Williamachi. She lived her life with unrestrained passion and boundless energy. Our time together as mother and daughter was constrained because of the immense pressure and demands on our family. I did not realize at the time, but our household could be perceived as different than most. Most of our childhood we spent in the boarding house and with patients in hospitals, which was apparently not the norm. My husband remarked to me once, "Do you realize that your house is as active at night as during the day?" We had cars buzzing in and out with patients during the night, Amma driving to and from the hospital, full conversations across the garden from the second story of the house, phones ringing off the hook, the generators blasting, and so on a normal night. Our family meals were disrupted regularly with patients barging in. Dad was always on call because he had the universal blood type O and donated his blood for very many patients. I remember as a very young child trying and getting frustrated to get my mom's attention. I stopped her as she was running down the stairs once while dressing her sari to go off to the hospital, and I asked her, "Who's more important, Mom? Your patients or us?" She looked at me and she said, "My patients need me now." I couldn't understand it at that time. I do now as a doctor and respect it. Through all of this, our parents made sure that we always felt loved and cared for, and brought us up as a very happy and close-knit family.
One of my fondest memories is of my mom's cooking. She would ask me to stay awake, of course, it had to be night time, while she prepared some exotic dish, which sometimes was burnt or on the ceiling because we slept in between pressure cooker whistles or she had to rush off to the hospital. Regardless of how it turned out, my dad ate it as if it was the most delicious dish that he had ever tasted, and we all ate it up purely not to diminish her joy. And after all, who wouldn't want caramel custard for breakfast? She never forgot our birthdays and would travel all the way to our boarding houses late at night to bring us our cake and our sweets. She attended every talent show, regardless of how busy she was. I feel most honored, privileged, and blessed to be her daughter. Mom, thank you for everything you've given us and the warmth and the love you shared with us during your precious time on earth. And Mom, if I were to live 1,000,000 lives, I would want to be your daughter every time. We love you very much. Ottere, umma. We love you very much. Ottere, umma. ഇനിയും പാട്ട് കേൾക്കുന്നതനുസരിച്ച് ആളുകൾക്ക് മുന്നോട്ട് വന്നിട്ട് you can also pay your homage, and these are the incense I have brought. So you can just നിങ്ങൾ ഒരു പക്ഷേ അതിൽ ഒരുവാണെങ്കിൽ
ഒടുവിലെ യാത്രയ്ക്കായി ഇന്ന് പ്രിയജനമേ ഞാൻ പോകുന്നു. മെഴുതിരിയേന്തും മാലാഖ മരണരഥത്തിൽ വന്നെത്തി. ഒടുവിലെ യാത്രയ്ക്കായി ഇന്ന് പ്രിയജനമേ ഞാൻ പോകുന്നു. മെഴുതിരിയേന്തും മാലാഖ മരണരഥത്തിൽ
പ്രിയമുള്ളവരെ, നമ്മുടെ പ്രിയപ്പെട്ട ഡോക്ടർ തങ്കത്തിൻ്റെ സംസ്കാര ശുശ്രൂഷയുടെ അവസാന ഭാഗം ദേവാലയത്തിലും സെമിത്തേരി നടക്കുന്ന ഭാഗമാണ് നമ്മളിപ്പോൾ നടത്തുന്നത്. നമുക്ക് പ്രാർത്ഥനയോടുകൂടി ഈ ശുശ്രൂഷയിൽ പങ്കുചേരാം. അവരത് പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു. അണയുന്നീശോ മൃതരാമഹിലർക്കും ജീവനും അതുപോൽ ശരണവും അരുളിയിടാം. കർത്താവിനെ ഞാൻ നിരന്തരം കീർത്തിക്കും. മൃതിയാൽ തന്നെ ഹൃതിയുടെ കൈപ്പെല്ലാം കഴുകിയ നാഥാ നിന്നെ നമിക്കുന്നു. അവൻ ശബ്ദമുയർത്തിയപ്പോൾ ഭൂമി കുലുങ്ങി. മിശിഹാനാഥൻ ശബ്ദമുയർത്തുമ്പോൾ കല്ലറ പിളരും, മൃതരുടൻ എഴുന്നേൽക്കും. അവന്റെ നാമമെന്നും ധന്യമാകുന്നു. മൃതിയെ മുറപോൽ നാഥനനയ്ക്കുന്നു. ദുഷ്ടനുരകിൽ ശിഷ്യനും ഒരുപോലെ. ഞാൻ ദൈവത്തിൽ ആനന്ദിക്കും. അഭയം കുരിശിൽ കണ്ടവരവസാനം വിധിയുടെ നാളിൽ കൈവരും ആനന്ദം. നീ എന്നെ സൃഷ്ടിച്ചു, എന്റെ മേൽ കൈകൾ വച്ചു. ധൂളിയിൽ നിന്നും ജന്മമെനിക്കേകി നിന്നെ നമിക്കാൻ നൽകണമുദ്ധാനം. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. താതനുമേവം സുതനും റൂഹായ്ക്കും കീർത്തനമെന്നും ഞങ്ങൾ അണയ്ക്കുന്നു. ആദ്യം മുതൽ എന്നേക്കും ഈശോനാഥ മരണവും ഉയരും നിൻ കൈകളിലല്ലോ നിന്നെ നമിക്കുന്നു. പ്രാർത്ഥിക്കാം, നമുക്ക് സമാധാനം. സത്യവിശ്വാസത്തോടെ ഈ ലോകം വിട്ടുപോയിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട സഹോദരിക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ജീവിതകാലത്ത് സൽകൃത്യങ്ങളാൽ ദൈവത്തെ സാധിപ്പിച്ച ഇയാളെ ദൈവനീതിമാന്മാരുടെ സമൂഹത്തിലേക്ക് പ്രവേശിപ്പിക്കുമാറാകട്ടെ. മരിച്ചു എഴുപ്പിക്കുകയും നല്ലവർക്ക് സർവ്വസൗഭാഗ്യം നൽകുകയും ചെയ്യുമ്പോൾ തന്റെ അനുഗ്രഹത്താലും തന്റെ മാതാവായ കന്യകാമറിയത്തിന്റെ പ്രാർത്ഥനയാലും മിശിഹായോടുകൂടെ ഇയാളെ തന്റെ വലതുഭാഗത്ത് നിർത്തട്ടെ. ജീവന്റെ പുസ്തകത്തിൽ ദൈവം ഇയാളെ പേരെഴുതുകയും തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ ഗണത്തിൽ ഇയാളെ ചേർക്കുകയും ചെയ്യുമാറാകട്ടെ. കർത്താവേ, വാത്സല്യപൂർവ്വം ഞങ്ങളെ സന്ദർശിക്കുകയും കാര്യപൂർവ്വം ഞങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യണമേ. ഉദ്ധാനം പ്രതീക്ഷിച്ചു കഴിയുന്ന മരിച്ചവരെ ഉയർപ്പിക്കണമേ. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. കർത്താവേ, അനുഗ്രഹിക്കണമേ. കർത്താവേ, നിന്റെ പൈതൃകമായ പരിപാലനെ ഞങ്ങൾ ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ഞങ്ങളെ മരണവിധേയരാക്കുകയും വീണ്ടും ജീവിപ്പിക്കുകയും ചെയ്യുന്നു. ഉദ്ധാനത്തിൽ ഞങ്ങളുടെ ശരീരങ്ങളെ നീ മഹത്വമണിയിക്കുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ആമേൻ. ദൈവത്തിന്റെ ഭാഗമേ, ഞാൻ നിന്നോട് യാത്ര പറയുന്നു. മാമിസ വഴി എന്നെ വിശദീകരിക്കുകയും പരിശുദ്ധ കുർബാനയാൽ എൻ്റെ ആത്മാവിനെ പോഷിപ്പിക്കുകയും മറ്റു ഉദാശകളായ എൻ്റെ ആത്മാവിൽ കൃപാകരം ചൊരിയുകയും ചെയ്ത പ്രിയപ്പെട്ട ദേവാലയമേ, ഞാൻ നിനക്ക് വന്ദനം പറയുന്നു. എൻ്റെ പിതാക്കന്മാരും ആജ്ഞപാലകരുമായ പുരോഹിതരെ, ദൈവവചനങ്ങളാൽ എൻ്റെ ആത്മാവിനെ പോഷണം നൽകി നിങ്ങളോടും ഞാൻ യാത്ര പറയുന്നു. ഞാൻ നിങ്ങളിൽ നിന്ന് അകന്നു പോകുന്നുവെങ്കിലും എൻ്റെ സ്നേഹം എന്ന് നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കും. സ്വർഗരാജ്യത്തെ നാം ഒരുമിക്കുന്നവരെ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. Please be seated. Now I invite Dr. Praveen to present the eulogy. Today, a handful of us lucky ones are gathered here in prayer to say a final goodbye to Dr. Thankam Panus, my mother. She passed away peacefully after a brief illness on the 29th of March 2020 at East Surrey Hospital, Red Hill. The exceptional lockdown circumstances mandate that my dear siblings, their children, spouses, close relatives, friends, and the countless people of North Malabar
who all have had great respect, love and affection for my dear mother, are unable to pay their last respects. Sadly, we are not able to accord her a fitting farewell she so richly deserves. Dr. Thankam's life was one of complete commitment to God's calling of serving the sick and the poor. She completed medicine from Madras Medical College in 1952. She was an excellent student and a gold medalist. For a top medical graduate in those times, her career opportunities were infinite. It was God's will, acting through the gentle persuasions of her father, the late Advocate A.C. Kuriakose, and the Honorable Dr. Sebastian Vallopalli, the then Bishop of Territory, that made her turn her back on the easy comforts and affluence of city life to dedicate herself to the service of the poor and needy population of North Malabar. The people were beset by the ravages of ailments such as malaria, dysentery, snake bites, infirmity, injury, and even simple pregnancies, all of which were potentially deadly in those days and circumstances due to the lack of basic medical care. To these people, Dr. Thankam was quite literally a God-sent angel. She served selflessly for nearly 60 years. She endured personal hardships and sacrificed a lifetime of sleep and adequate rest so that none needing her services were left wanting. Countless lives were saved by her, and it is my humble estimate that she has delivered well in excess of 100,000 babies through her 2 institutions in Malabar. She came to Malabar a young, unmarried, but very brave and competent lady doctor. Subsequently, with the help of her immediate family and our late dad, Advocate P.T. Panus, her husband, established hospitals in Thundil and Irrittu. These were a safe haven for pregnant women, the elderly, the injured, and the infirm of those regions. As a doctor, Amma was blessed not only with excellent intellect and the skills to go along, but also great compassion and generosity. This, coupled with an unwavering faith in God, made her a physician par excellence. As a doctor, she took great pride in her work and was very keen that she kept up to date with the latest advances in medicine, even in her remote corner of Kerala. Subscribing to the latest medical journals and collaborating with a wide network of physicians and specialists, she did this to ensure that each and every one of her patients got the very best in medical care despite being in remote villages. For her, it was very simple. She had to have the right diagnosis and offer patients the best possible treatment every time. She would never accept anything less, not for her own kith and kin and not for her patients. She was doctor not only to the public but also to everyone within our extended family and friends. She took it upon herself to nurse and provide solace to family and extended family during their last days, nursing them through these most fragile and needy phases of human life. With stoic fortitude and loving care, she looked after our dad, Advocate P.T. Panus, and our dear departed brother, Dr. Thomas Panus. She looked after her own parents, her in-laws, her siblings, and many others. She accepted all these personal losses as a divine will of God with utmost humility and grace. As a person, Amma had a great zest for life. Every joyous moment and experience which she sought, she wished to share with all those around her.
and my siblings and our future generations will be forever blessed by her life of devotion and servitude. Personally, she was a most loving mother to all of us, eager to fulfill every wish of ours and encourage us to achieve our own dreams. She instilled the noblest values in our lives simply by being a great role model. Finally, I acknowledge that not only have we lost our dearest mother, but the population of North Malabar has lost an angel of God, their dear Dr. Thankam. I am confident that lockdown or not, she will have the prayers and blessings of the countless thousands of lives she has touched and enriched. Amma was given a great role by the Almighty, and she fulfilled it as perfectly as humanly possible. ഇനി ചുരുങ്ങിയ 2 വാക്കുകൾ ഞാൻ മലയാളത്തിൽ പറയും. ഇവിടെ കൂടിയിരിക്കുന്ന നമ്മളെല്ലാവരും ഏറെ അനുഗ്രഹീതരും ഭാഗ്യവാന്മാരുമാണ്. അമ്മയെ അവസാനമായിട്ട് പ്രാർത്ഥനയോടുകൂടി യാത്ര നൽകുവാൻ വേണ്ടി കൊതിക്കുന്ന എൻ്റെ സഹോദരി സഹോദരന്മാരും മറ്റു കുടുംബാംഗങ്ങളും, അതിനുമപ്പുറം വടക്കേ മലബാറിലെ ഒട്ടേറെ ജനങ്ങളും കുടിയേറ്റ ജനതയും നിരാശരാണ്. ഇന്നീ ദിവസം അമ്മയ്ക്ക് അവസാനം വിട പറയുവാനായിട്ട് അവർക്ക് നമ്മുടെ കൂടെ പങ്കെടുക്കാൻ സാധിക്കുന്നില്ല. അവരെ ആശ്വസിപ്പിക്കാനും അവരുടെ വികാരത്തിൻ്റെ ആഴവും ഗൗരവവും ഉൾക്കൊള്ളാൻ എൻ്റെ ഈ എളിയ വാക്കുകൾക്ക് സാധ്യമല്ല. എന്നാലും ഞാൻ പറഞ്ഞതുപോലെ ഇന്നത്തെ പ്രത്യേക സാഹചര്യങ്ങളിൽ അവരുടെ എല്ലാവരുടെയും അനുഗ്രഹങ്ങളും പ്രാർത്ഥനയും അമ്മയ്ക്കും അമ്മയിലൂടെ ഞങ്ങൾക്കും എപ്പോഴും അനുഗ്രഹവും ധൈര്യവും ആയി ഞങ്ങളുടെ കൂടെ ഉണ്ടാകും, ഇന്നും എന്നേക്കും എന്ന് ഉറച്ച് സമാധാനവും സന്തോഷവും വിശ്വാസത്തോടുകൂടി ഞാൻ എല്ലാവരോടും നന്ദി നമസ്കാരം പറയുന്നു. നമുക്ക് എല്ലാവർക്കും അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. Let us start. സ്വഭാവത്തെ നീ തവിക്കണമേ, ഞാൻ നിർമ്മലനാകും. കർത്താവേ, നിന്റെ അനുഗ്രഹത്തിന്റെ ജലത്താൽ ഇയാളെ ആശ്വസിപ്പിക്കണമേ. മനുഷ്യ നീ പൊടിയാകുന്നത് പൊടിയിലേക്ക് തന്നെ മടങ്ങുന്ന ചെയ്താസനത്തിന്റെയും നാഥനായ ദൈവത്തിന്റെ ഉയർപ്പിന്റെ മഹത്വത്തോടു കൂടി അവസാന ദിവസം തന്റെ വലത് ഭാഗത്ത് നിർത്തട്ടെ. നീ സ്വീകരിച്ച വിശുദ്ധ ഭൂതാശകൾ അത്യുന്ന ദൈവത്തിന്റെ ന്യായാസനത്തിൽ നിന്നെ സഹായിക്കട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, മനുഷ്യ നീ പൊടിയാകുന്നു പൊടിയിലേക്ക് തന്നെ മടങ്ങുമെന്ന് ഓർത്തുകൊള്ളുക. എന്റെ കർത്താവിനെ എന്റെ കീർത്തിക്കും മഹിമയുടെ നിയമവിധി നാളിൽ കർത്താവെ നീ അണയുമ്പോൾ കരുണയുടെ നിർത്തണമേ, നല്ല വരുത്തുവലഭാഗേ.
കർത്താവേ നിന്നെ ഞാൻ ആശ്രയിച്ചു, കർത്താവേ നിൻ കുരിശിനെ ഞാൻ ആരാധിച്ചു വണങ്ങുന്നു. അതുതാൻ ഞങ്ങൾക്ക് ഉദ്ധാരവും രക്ഷയും നൽകുന്നു. ഭൂമി നിന്റെ ദാരിദ്ര്യവും ആകാശവും ഈ ഭൂതലവും താവകമല്ലോ കർത്താവേ. ജീവിക്കുന്നവൻ അഭയം നീ നൽകണമേ മൃതനായുസ്സും. അവനാദചിത്രങ്ങൾ പാടും മൃതരാം നരരുടെ പാപങ്ങൾ മായ്ക്കണമേ നിൻ കൃപയാലെ. മാമോദീസ വഴിയങ്ങേ സുതരാളവരും നോക്കണമേ. അവർ സന്തോഷത്തിൽ അവരാനന്ദിക്കും. കർത്താവേ നിൻ ശോണിതവും ദിവ്യ ശരീരവും അറിവോടെ ഉൾക്കൊണ്ടവരാം നിൻ സുതരെ നിത്യവിരുന്നിൽ ചേർക്കണമേ. അവരാരും ശേഷിച്ചില്ല. മഴ പെയ്യുമ്പോൾ വയലുകളിൽ വിത്തുകൾ പൊട്ടി മുളയ്ക്കുന്നു. കാഹളനാദം കേൾക്കുമ്പോൾ മൃദുവിൽ ജീവൻ ഉദിക്കുന്നു. ആദ്യം മുതൽ ഉള്ളവയെല്ലാം തെളിവായി എന്നുടെ നാഥ നിൻ തിരുമൊഴിയെല്ലാം കാണുന്നു. നിരവധിയാമൻ പാപങ്ങൾ നിരയായി എണ്ണി വിധിക്കല്ലേ. പരിശുദ്ധാത്മാവിനും സ്തുതി. പുത്രൻ റൂഹായേ മൃതരാമിന്നിൽ കനിയേണം. ജീവൻ നൽകി മഹോന്നതമാവിയുടെ നാട്ടിൽ ചേർക്കണം. സർവാധിപനാം കർത്താവേ നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോ മിശിഹ ഞങ്ങളിതാ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. ജനമെല്ലാം മൂർത്തിക്കട്ടെ ഞങ്ങളുടെ മർത്യ ശരീരങ്ങൾക്ക് ഉത്ഥാനം നീയേകുന്നു. നാഥ ഞങ്ങളുടെ ആത്മാവും രക്ഷിക്കുന്നവനല്ലോ നീ. ആമേൻ ആമേൻ ഘോഷിക്കുവിൻ. സർവേശാ നീ പരിശുദ്ധൻ, ബലവാനേ നീ പരിശുദ്ധൻ, നിത്യനമർത്യൻ പരിശുദ്ധൻ, നിൻ കൃപ ഞങ്ങൾ കേൾക്കണമേ. പാപിനിക്ക് വെറുതെ കൊടുത്ത് ഞങ്ങൾ അവളെ വിശുദ്ധീകരിച്ച കർത്താവേ നിന്റെ അനുഗ്രഹത്താൽ മരിച്ചവരെ വിശുദ്ധീകരിക്കണമേ. മാലാഖമാരുടെ സംഘത്തിൽ നിന്നെ സ്തുതിക്കുവാൻ അവരെ യോഗ്യരാക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനും അവർക്ക് നിത്യാശ്വാസം കൊടുക്കുന്നവനുമായ കർത്താവേ നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. മിശിഹ കർത്താവിൻ ദാസി വിധി നാളിൽ കാഹള സംഗീതം നിന്നെ വിളിക്കട്ടെ. മക്കളമറിയമണഞ്ഞൊരുവൻ മഹിത തുതിയോടെ. മിശിഹ കർത്താവിൻ ദാസി വിധി നാളിൽ കാഹള സംഗീതം നിന്നെ വിളിക്കട്ടെ. മക്കളമറിയമണഞ്ഞൊരുവൻ മഹിത തുതിയോടെ. നിർമ്മല ചരിതകളാം സാറായേലീശ മർത്തിയോടും കൂടെ കടശയിലുത്ഥാനം നിതരാം കനിവാർന്നരുളട്ടെ കർത്താവഹിലേശ. കർത്താവിൻ കാഹള സംഗീതം നിന്നെ വിളിക്കട്ടെ. മൃതിയോർത്തിനി നിങ്ങൾ കഥനം തുടരേണ്ട. രക്ഷാവചനങ്ങൾ കേട്ടു നടന്നിടുവിൽ. പുനരുത്ഥാനം വരുമല്ലോ മരണമുറക്കം കർത്താവിൻ ദാസി വിധി നാളിൽ കാഹള സംഗീതം നിന്നെ വിളിക്കട്ടെ. മദ്ദലമണിഞ്ഞൊരുവൻ മഹിമ തുതിയോടെ. ദൈവമേ എന്റെ പാവങ്ങൾ കഴുകിക്കളയണവരെ മരിച്ചേൽപ്പിക്കുന്നവരെ നിന്റെ തിരുനാമത്തിന് സ്തുതി. ദൈവമേ എന്റെ പാപങ്ങൾ കഴുകിക്കളയണമേ, തെറ്റുകൾ തുളച്ചു മാറ്റണമേ.
എന്തുകൊണ്ടെന്നാൽ എൻ്റെ പാപങ്ങൾ ഞാൻ അറിയുന്നു, ഞാൻ അവയെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നു. നിനക്കെതിരായി ഞാൻ പാപം ചെയ്തു പോയി, സന്നിധിയിൽ ഞാൻ തിന്മകൾ പ്രവർത്തിച്ചു. എൻ്റെ പാപങ്ങളിൽ നിന്ന് മുഖം തിരിച്ചു കളയണമേ, എൻ്റെ കുറ്റങ്ങളെല്ലാം തുടച്ചു മാറ്റുകയും ചെയ്യണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദികളുടെ നയിക്കുമാമേ. ദൈവമേ, എൻ്റെ പാപങ്ങൾ കഴുകിക്കളയണമേ. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാൻ നമുക്ക് സമാധാനം. നമ്മൾ ഈ നിമിഷം കമന്റേഷൻ സമയമാണ്. നമുക്ക് ബഹുമാനത്തോടു കൂടി പ്രിയപ്പെട്ട ഈ മാതാവിനെ നമുക്ക് യാത്രയാക്കാം. Does anybody want to see? സജീവവും ജീവദായകമായ ശബ്ദത്താൽ ആ സ്നേഹിച്ച കർത്താവേ, ആ ശബ്ദം മഗ്നീയമായ ദിവസത്തിന്റെ ദാസിയെ വിളിക്കുകയും നിന്റെ വലത്തുഭാഗം നിർത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ പൊറുക്കുന്നവന് കല നിറഞ്ഞവൻ നീതിമാനുമായ വിധി കർത്താവേ, ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായി നീക്കും. കർത്താവേ, മരിച്ചവരെ കർത്താവും ജീവിപ്പിക്കണമേ, ജീവിക്കുന്നവരെ പരിപാലിക്കണമേ. ഉദാനം പ്രതീക്ഷിച്ച് മരണമടഞ്ഞവരെ മഹിമയോടെ ഉയർപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, സകലത്തിന്റെയും നാഥനായ ദൈവം തന്നെ നീതിമാന്മാരുടെ കൂടെ വിശുദ്ധിയോടും കൂടെ ഉത്കൃഷ്ടമായ ഉയർപ്പും മഹനീയമായ നിത്യജീവനം നൽകി സ്വർഗരാജ്യമാകുന്ന അവസരത്തിലേക്ക് ഇയാളെ പ്രവേശിപ്പിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് വേർപെട്ടു പോയ മിശിഹായുടെ ഭൗതിക ശരീരത്തിലെ ഈ അംഗത്തെ അനുഗമിക്കുകയും ഈ മൃത സംസ്കാരത്തിൽ സഹകരിച്ച് ഇയാളെ ബഹുമാനിക്കുകയും ചെയ്ത നിങ്ങളെല്ലാവരും ദൈവം സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. അവിടുത്തെ കൃപയും നിരന്തരം നിങ്ങളിൽ വസിക്കുകയും അവിടുത്തെ കാരുണ്യം നിങ്ങളെ അനുഗമിക്കുകയും ചെയ്യട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. Final hymn, so you will join for the final hymn.
അവസാന വിടയിൽ തീരുകയാണ്. ഇവിടെ ഇന്ന് കൂടിയിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ അകമൊഴിഞ്ഞ നന്ദി. പ്രത്യേകിച്ച് ബഹുമാനപ്പെട്ട ഫാദർ സാജു പിണക്കാട്ട്, നമ്മുടെ മലബാർ നാട്ടുകാരനെന്ന് അച്ഛൻ പറഞ്ഞ് ഇന്നത്തെ പ്രതികൂല സാഹചര്യങ്ങളിൽ യാത്ര ചെയ്ത് ഇവിടെ എത്തി നമ്മളോടുകൂടി ഈ ബലി അർപ്പിക്കുക എന്നുള്ളത് വളരെ വളരെ സന്തോഷവും അനുഗ്രഹവും ഉള്ളതായി അറിയിച്ചോളും. So thank you all for joining this funeral service, and I do pray and wish comfort and consolation from God, especially by participating in this funeral service. May this service enable us to receive God's grace and further comfort during these days, and I express my heartfelt condolences to all the families, bereaved families, especially those who are not able to join us today. May our prayers and good wishes enable us to comfort them.